മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ്ണക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചു എന്ന കേസിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യന്റെ സഹായിയുടെ മൊഴിയെടുക്കുകയാണ്. N സുബ്രഹ്മണ്യന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത കക്കോടി സ്വദേശി ബാബുരാജിന്റെ മൊഴിയാണ് ചേവായൂർ പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. തനിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത് എന്തിനെന്ന് അറിയില്ലെന്ന് N സുബ്രഹ്മണ്യൻ 24നോട് പറഞ്ഞു. പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാപാഹ്വാനത്തിനാണ്. കലാപാഹ്വാനത്തിന് കേസെടുത്താൽ എങ്ങനെയാണ് എൻ്റെ ഫോൺ പിടിച്ചു വെക്കുക? ഞാൻ ആഹ്വാനം നടത്തിയിട്ടില്ലല്ലോ കലാപം ചെയ്യണമെന്ന്. ഈ കലാപാഹ്വാനം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എടുത്ത കേസിൽ ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. എവിടെയെങ്കിലും കേരളത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പോലീസ് ഇപ്പോൾ ചെയ്യുന്ന പണി ഗവൺമെൻറ്റിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത് എഡിറ്റഡ് വീഡിയോ ആണ്. ആ ഫുൾ വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തു വിടട്ടെ. ആ ഫുൾ വീഡിയോ പുറത്തു വിട്ടാൽ ഞാൻ പങ്കുവച്ച പടം അതിനകത്തുണ്ടാവും. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങൾ അടങ്ങിയ പേപ്പറുമായി കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിലെത്തി. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ അതൊരു പ്രതിഷേധമായി എത്തുകയാണ്. അവരവിടെ ഈ AI ചിത്രമായിരുന്നു നേരത്തെ പ്രചരിപ്പിച്ചത് എന്നുള്ള പേരിലാണ് കേസെടുത്തത്. അത് കലാപാഹ്വാനത്തിന്റെ പേരിലാകുന്നു. പക്ഷെ താൻ അങ്ങനെ കലാപാഹ്വാനം നടത്തിയിട്ടില്ല. കൃത്യമായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം അത് AI ചിത്രമല്ല എന്നൊക്കെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുമുണ്ട്. സ്മിത, തീർച്ചയായും അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ N സുബ്രഹ്മണ്യൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരുന്നു ഇത്തരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലാതെ എപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്? തീർച്ചയായും മൊഴിയെടുക്കലിന് ശേഷം ഇപ്പോൾ സുബ്രഹ്മണ്യൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ് കലാപാഹ്വാനം ഉദ്ദേശിച്ച് താനൊന്നും ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കിപ്പോൾ കേൾക്കാം. മൊഴിയെടുപ്പ് പൂർത്തിയായ എന്താണ് പോലീസ് എന്തെല്ലാം കാര്യങ്ങളാണ് അന്വേഷിച്ചത്? അല്ല, മൊഴിയെടുത്തു. പോലീസ് നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്ന ആളുകളാണ്. ഒരു മിനിറ്റ് സംസാരിക്കല്ലേ. നീതിന്യായ വ്യവസ്ഥയോടും നിയമത്തോടും ബഹുമാനമുള്ള ആൾ എന്നുള്ള നിലക്കാണ് പോലീസിൻ്റെ നോട്ടീസിനനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. പോലീസിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. പോലീസ് ചോദിച്ച കാര്യങ്ങൾക്ക് യാതൊരു വ്യക്തത കുറവുമില്ലാതെ ക്ലാരിറ്റിയോടുകൂടി മറുപടി നൽകിയിട്ടുണ്ട്. പോലീസിന് ബോധ്യം തന്നിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് ചോദിച്ചത്. അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. 100% ഒറിജിനൽ ഫോട്ടോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ എഡിറ്റർ എന്നുള്ള നിലക്ക് എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എൻ്റെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ജോലി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ക്രിയേഷൻ ഒന്നും നടത്തുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഫോട്ടോകൾ, ഞാൻ കൊടുക്കുന്ന സ്റ്റിക്കറുകൾ, ഞാൻ കൊടുക്കുന്ന വിഷ്വൽസ് അതൊക്കെ എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പണി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാണ്. ഇപ്പോഴും ആ സോഷ്യൽ മീഡിയയിൽ അത് കിടക്കുന്നുണ്ട്. നമ്മൾ പോലീസിനെ ഇപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. അത് നിലവിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്നുമുണ്ട്, അവൈലബിൾ ആണ്. അല്ല, അത് എനിക്ക് കുറെ കൂടി വ്യക്തമായ മറ്റത് മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സതുദ്ദേശപരമായിട്ടാണ്. അല്ലാതെ അല്ല, ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ വാളിലുള്ള ഫോട്ടോ മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകമായ കാരണമൊന്നുമില്ല. ഇല്ലല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെയല്ല, അല്ല, ഒറിജിനൽ ഫോട്ടോ ആണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ടൊരു വീഡിയോ ആണ്.
സാധാരണ രീതിയിൽ PRD വകുപ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഫുൾ വീഡിയോ അവരുടെ കയ്യിലുണ്ടാകും. ആ ഫുൾ വീഡിയോ പുറത്തു വിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട്. ചെവിക്ക് പിടിക്കുന്നല്ല, വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന ചിത്രം, കുറെ കൂടി സംസാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം അത് താൻ പങ്കുവച്ച ചിത്രം AI ചിത്രമല്ല എന്നാണ് വീണ്ടും ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ തൻ്റെ സഹായി ചെയ്തത് താൻ കൊടുക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ടൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മൊഴിയെടുത്തതിൻ്റെ സാങ്കത്യവും പുള്ളി പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം മുന്നോട്ട് പോവുകയാണ് നിയമ നടപടിയിൽ. ഇപ്പോൾ മൊഴിയെടുത്തെങ്കിലും താൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വ്യക്തമായിട്ടുള്ള ചിത്രം തന്നെയാണ് അവിടെ പോസ്റ്റ് ചെയ്തത് എന്നും പറയുകയായിരുന്നു N. സുബ്രഹ്മണ്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.